ഓണവിഭവമായ മധുരപ്പച്ചടി നമുക്കുണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു മധുരപ്പച്ചടി. അപ്പോൾ ഇത് ഞാൻ നേന്ത്രപ്പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പല സ്ഥലത്ത് പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നേന്ത്രപ്പഴവും പൈനാപ്പിളും കൊണ്ടുണ്ടാക്കും, പൈനാപ്പിൾ മാത്രം കൊണ്ടുണ്ടാക്കും, നേന്ത്രപ്പഴം മാത്രം ചേർത്തുണ്ടാക്കും. അപ്പോൾ ഞാനിപ്പോൾ നേന്ത്രപ്പഴം മാത്രം ചേർത്താണ് ഉണ്ടാക്കുന്നത്. 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഈ പഴം അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് ഒരുപാട് എരിവുള്ള കറിയൊന്നും അല്ല ഈ പച്ചടി, കിച്ചടി എന്നൊക്കെ പറയുന്ന കറികൾ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 സ്പൂണിലും താഴെ, ചെറിയ സ്പൂണാണിത്, അപ്പം അത് 1/2 സ്പൂണിലും താഴെയുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനു വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനു വേണ്ടി ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ആദ്യം ഒന്ന് അരയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കടുകും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടുക് ഞാനെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ആദ്യം ഇത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതൊരല്പം വെള്ളം ചേർത്ത് വേണം അരയ്ക്കാൻ കേട്ടോ. അപ്പോൾ അത് ഞാൻ അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ കടുകും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ചതച്ചെടുക്കാം. കടുക് ഒരുപാട് അരയരുത് കേട്ടോ. അരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ ഒരു കയ്പ്പുണ്ടാവും. അപ്പോൾ ദേ നോക്കൂ, നമ്മുടെ നേന്ത്രപ്പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എത്ര എളുപ്പത്തിലായെന്ന് നോക്കൂ. നേന്ത്രപ്പഴം വേകേണ്ട താമസമേ ഉള്ളൂ. ഇത് പെട്ടെന്നായി കിട്ടും. ഇത് നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ സമയമാകുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തവി കൊണ്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. 1/4 കപ്പ് പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഉടച്ച് എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ചെറു മധുരവും ഒക്കെ ചേർന്ന ഒരു നല്ലൊരു അടിപൊളി ഒരു സദ്യ വിഭവം തന്നെയാണ് ഈ പച്ചടി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. തൈര് ചേർത്താൽ ഇനി ഒരുപാട് തിളയ്ക്കുകയൊന്നും ചെയ്യരുത്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർക്കുന്നതിനോട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കരപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ശർക്കരയുടെ ഒരു ചെറിയ പീസ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോഴാണ് ഇത് കറക്റ്റ് ഒരു പച്ചടിയുടെ ഒരു മധുരമൊക്കെ നന്നായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്തതിന് ശേഷം ഇനി നമുക്ക് കടുക് താളിച്ചാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കകത്ത് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഒരു നുള്ള് ഉലുവയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മൂപ്പിച്ച് ഇത് താളിച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഓണവിഭവമായ മധുരപ്പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഈ ഓണത്തിനൊന്ന് ഉണ്ടാക്കി നോക്കൂ.